പെരിങ്ങോം അരവഞ്ചാൽ കണ്ണക്കൈ സ്വദേശികളായ കല്ലേൻ മോവിഷിനും ഭാര്യ ആരതിക്കും ജീവിതം എന്നും പോരാട്ടമാണ്. പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടേതായ ഒരു ബ്രാൻഡ് വിപണിയിൽ എത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ ഓണക്കാലത്ത് ഈ ദമ്പതികൾ. പെരിങ്ങോം അരവഞ്ചാൽ കണ്ണകൈ സ്വദേശികളായ കല്ലേൻ മോവിഷിനും ഭാര്യ ആരതിക്കും ജീവിതം എന്നും പോരാട്ടമാണ്. പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടേതായ ഒരു ബ്രാൻഡ് വിപണിയിലെത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ ഓണക്കാലത്ത് ദമ്പതികൾ. ക്ഷീരകർഷകരായ ഇവർക്ക് 1.5 വർഷം മുൻപ് വരെ 8 പശുക്കളുള്ള ഒരു ഫാം ഉണ്ടായിരുന്നു. ജീവിതം സുഗമമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് പശുക്കൾക്ക് ചർമ്മമുഴ രോഗം പിടിപെട്ടത്. ഓരോ പശുവിൽ നിന്നും 22 ലിറ്ററോളം പാൽ ലഭിച്ചിരുന്നിടത്ത് ഉൽപാദനം വെറും 3 ലിറ്ററായി ചുരുങ്ങി. പാലിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിച്ച് നിർമ്മാണം തുടങ്ങിയ വീടും പാതിവഴിയിൽ നിലച്ചു. പുതിയ പശുക്കളെ വാങ്ങാൻ പണമില്ലാത്ത അവസ്ഥയിലുമായി. പശു വളർത്തലിന് ബാങ്ക് വായ്പ ലഭിക്കുമെന്നറിഞ്ഞതോടെ മോവിഷ് ബാങ്കുകൾ കയറിയിറങ്ങി. രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ബാങ്ക് വായ്പ അനുവദിക്കാമെന്ന് അറിയിച്ചതോടെ കടം വാങ്ങിയും മറ്റും പണം കണ്ടെത്തി ആവശ്യമായ പദ്ധതികളും രേഖകളും സമർപ്പിച്ചു. എന്നാൽ 1.5 വർഷത്തോളം ബാങ്കിൽ കയറിയിറങ്ങിയിട്ടും വായ്പ ലഭിച്ചില്ല. ഒടുവിൽ കുടുംബശ്രീ വായ്പയും സുമനസുകളുടെ സഹായവും ആശ്രയിച്ച് 3 പശുക്കളെ വാങ്ങിയാണ് മോവിഷും ആരതിയും വീണ്ടും തുടക്കമിട്ടത്. ഇപ്പോൾ സ്വന്തം ബ്രാൻഡായ ഡിയോനി എന്ന പേരിൽ പാലും മോരും നെയ്യും വിപണിയിലെത്തിച്ചിരിക്കുകയാണ് ഈ ദമ്പതികൾ. അപ്പം നിലവിൽ എനിക്ക് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ 15 പശുക്കളായിരുന്നു. ആ 15 പശുക്കൾ എന്ന് പറഞ്ഞാൽ 3 മാസം ഗ്യാപ്പിൽ വെച്ച് അങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് 5 പശുക്കളെ തരണം എന്നാണ് പറഞ്ഞത്. നിലവിൽ ഇപ്പോൾ 5 പശുക്കളെ കെട്ടാനുള്ള ആല എനിക്ക് ഇടയുണ്ട് നിലവിൽ. അപ്പോൾ 5 പശുക്കൾ 3 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അത്യാവശ്യം വരുമാനം വരും. അങ്ങനെയില്ലാണ് ഞാൻ ബാക്കി എഞ്ചിനീയറെല്ലാം കൂട്ടിക്കൊണ്ടു ഞാൻ അതിന് പേപ്പറിൽ ആക്കിയിട്ടുണ്ടായിനി. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കൂട്ടിയെടുക്കാമെന്നുള്ളതിലാണ്. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇപ്പം ഞാനിപ്പോൾ ഈ 15 പശുവിൻ്റെ ആലയും കൂടെ കെട്ടിയിട്ടെങ്കിൽ ഞാൻ ഇതിലും വലിയ അവസ്ഥയിൽ ഇപ്പം പോയി ചാടേണ്ടി പറ്റി. അങ്ങനെ അവസ്ഥ വന്ന ആൾക്കാരെല്ലാം നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ ഇത് പുറത്ത് വിട്ടുകൊണ്ട് ഇപ്പോൾ ജനങ്ങളെല്ലാം അറിഞ്ഞ് അപ്പോൾ മറ്റുള്ള കുറച്ച് ആൾക്കാരെല്ലാം സഹായിച്ച് കുടുംബശ്രീ വായ്പ അങ്ങനെയുള്ളതായിട്ട് ഇപ്പോൾ 3 പശുക്കൾ മേടിച്ച് നമ്മൾ ഇപ്പോൾ ഒരു സംരംഭമായിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. പ്രൊഡക്റ്റ് നമ്മൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കി അങ്ങനെ ഇപ്പം വിപണിയിൽ സാധനം കുറച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ 3 പശുക്കളെ കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്നതല്ല. ചെറിയ സംരംഭമാണെങ്കിലും വലിയ സ്വപ്നങ്ങളാണ് ഇവർക്കുള്ളത്. സംരംഭത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ നിക്ഷേപകരായി ആരെങ്കിലും എത്തുകയാണെങ്കിൽ കൂടുതൽ പശുക്കളെ വാങ്ങാനും ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഡിയോനിയെ വലിയൊരു ബ്രാൻഡാക്കി മാറ്റാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മോവിഷും ആരതിയും. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.